നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സുഡാനിന് മുകളിൽ ഒരു നോ ഫ്ലൈയിങ് സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് മറ്റൊരു രാജ്യത്തുകൂടി ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നാം സുഡാൻ പ്രതിസന്ധിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം ആഗോള കളിക്കാർക്കൊപ്പം സുഡാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിലും സുഡാനിലെ അവരുടെ താൽപര്യങ്ങളിലും നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കാം. സംഘർഷത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സുഡാൻ എന്ന രാജ്യത്തെക്കുറിച്ച് പഠിക്കണം. വടക്ക് ഈജിപ്ത്, വടക്ക് പടിഞ്ഞാറ് ലിബിയ, പടിഞ്ഞാറ് ചാഡ്, തെക്ക് പടിഞ്ഞാറ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, തെക്ക് ദക്ഷിണ സുഡാൻ, തെക്ക് കിഴക്ക് എത്യോപ്യ, കിഴക്ക് എറിത്രിയ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വടക്ക് കിഴക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് സുഡാൻ. വിപുലമായ വാസ്തുവിദ്യയ്ക്കും കലയ്ക്കും സംസ്കാരത്തിനും പേരുകേട്ട നൂബിയൻ, കുഷ് തുടങ്ങിയ പുരാതന നാഗരികതകൾ മുതൽ സുഡാന് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. എന്നിരുന്നാലും ആഭ്യന്തര യുദ്ധങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനുഷിക പ്രതിസന്ധികൾ എന്നിവയുൾപ്പെടെ സമീപകാല ദശകങ്ങളിൽ രാജ്യം കാര്യമായ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം 2011 ദക്ഷിണ സുഡാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതോടെ സുഡാൻ ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷമുള്ള മുസ്ലിം രാജ്യമായി മാറി. എണ്ണ, വാതകം, സ്വർണം, കൃഷിഭൂമി എന്നിവയുൾപ്പെടെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് സുഡാൻ. എന്നിരുന്നാലും രാഷ്ട്രീയ അസ്ഥിരതയും അഴിമതിയും കാരണം ഈ വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയാതെ രാജ്യം പാടുപെടുകയാണ്. 2021 ഒക്ടോബർ 25 സുഡാനിൽ നടന്ന സൈനിക അട്ടിമറി വഴി സൈന്യം സർക്കാരിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പ്രധാനമന്ത്രി അബ്ദുല്ല ഹംഡേക്ക് ഉൾപ്പെടെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരെ തടങ്കിൽ വയ്ക്കുകയും 2019 മുതൽ അധികാരത്തിലിരുന്ന പരിവർത്തന ഗവൺമെന്റിനെ പിരിച്ചുവിടുകയും ചെയ്തു. അട്ടിമറിക്ക് നേതൃത്വം നൽകിയ സൈനിക മേധാവി ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതയാണ് അട്ടിമറിക്ക് കാരണമെന്ന് കാണിച്ച് ടെലിവിഷൻ പ്രസ്താവനയിലൂടെ രാജ്യം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു. സൈനിക ഏറ്റെടുക്കൽ സുഡാനിലും അന്താരാഷ്ട്ര തലത്തിലും വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ആഫ്രിക്കൻ യൂണിയൻ സുഡാന്റെ അംഗത്വം സസ്പെൻഡ് ചെയ്യുകയും എല്ലാ തടവുകാരെയും ഉടൻ മോചിപ്പിക്കണമെന്നും സിവിലിയൻ ഭരണം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളും അട്ടിമറി അപലപിക്കുകയും സിവിലിയൻ ഭരണത്തിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അട്ടിമറിയെ തുടർന്ന് സൈന്യം ജനറൽ അൽ ബുർഹാനെ രാഷ്ട്രതലവനാക്കി ഒരു പുതിയ ട്രാൻസിഷണൽ ഗവൺമെന്റ് രൂപീകരിച്ചു. അതോടൊപ്പം ഭരണഘടന താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും രാജ്യവ്യാപകമായി കർഫ്യൂ ഏർപ്പെടുത്തുകയും ഇന്റർനെറ്റും മറ്റ് ആശയവിനിമയ ശൃംഖലകളും തടസ്സപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ഡസൻ കണക്കിന് പ്രതിപക്ഷ നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും സൈന്യം അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വയ്ക്കുകയും പൊതുയോഗങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. സിവിലിയൻ ഭരണം പുനഃസ്ഥാപിക്കണമെന്നും എല്ലാ തടവുകാരെയും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ സുഡാനിലുടനീളം വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വെടിക്കോപ്പുകളും കണ്ണീർവാതകവും ഉപയോഗിച്ച് പ്രതിഷേധങ്ങൾക്കെതിരെ ശക്തമായ അടിച്ചമർത്തലിലൂടെ സൈന്യം പ്രതികരിച്ചത് നിരവധി മരണങ്ങൾക്കും പരിക്കുകൾക്കും കാരണമായി. 2021 നവംബറിൽ ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം സൈന്യവും സിവിലിയൻ പ്രതിനിധികളും തമ്മിൽ അധികാരം പങ്കിടൽ കരാറിലെത്തി. ഇതൊരു പുതിയ ട്രാൻസിഷണൽ ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. 2023 ജനാധിപത്യ തെരഞ്ഞെടുപ്പിലേക്ക് സുഡാനെ നയിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു സിവിലിയൻ പ്രധാനമന്ത്രിയും സൈനിക ഉപപ്രധാനമന്ത്രിയുമാണ് പുതിയ സർക്കാരിനുള്ളത്. എന്നിരുന്നാലും സിവിലിയൻ ഭരണത്തിലേക്ക് മടങ്ങി വരണമെന്നും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും കൊണ്ട് സുഡാനിലെ സ്ഥിതിഗതികൾ നിലവിലും പിരിമുറുക്കമേറിയതും അസ്ഥിരവുമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി ആഗോള കളിക്കാർക്ക് സുഡാൻ ഒരു യുദ്ധക്കളമാണ്. ഈജിപ്ത്, സൗദി അറേബ്യ, UAE എന്നിവയ്ക്കൊപ്പം റഷ്യയ്ക്കും അമേരിക്കയ്ക്കും സുഡാനിൽ അവരുടേതായ താൽപര്യങ്ങളുണ്ട്. 2021 നവംബർ 1 റഷ്യയും സുഡാനും സുഡാനീസ് തുറമുഖമായ പോർട്ട് സുഡാനിൽ ഒരു നാവിക ലോജിസ്റ്റിക് സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാർ റഷ്യയ്ക്ക് ചെങ്കടലിലേക്ക് പ്രവേശനം നൽകുകയും ആഫ്രിക്കയിൽ റഷ്യയുടെ സാന്നിധ്യം വിപുലീകരിക്കുകയും ചെയ്തു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ സുഡാൻ സന്ദർശനത്തിനിടെയാണ് ഈ കരാർ ഒപ്പിട്ടത്. സമീപ വർഷങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പായി ഈ കരാറിനെ അടയാളപ്പെടുത്തുന്നു. കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പ്രവർത്തിക്കുന്ന നാവിക കപ്പലുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനുമുള്ള സേവനങ്ങൾ നൽകുന്നതിന് ഈ ലോജിസ്റ്റിക് സെന്റർ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് കഴിയും. ലോജിസ്റ്റിക് സെന്റർ എന്ന് വിളിക്കപ്പെടുന്ന ഈ കേന്ദ്രം മേഖലയിലെ മാനുഷിക, സമാധാന, പരിപാലന ദൗത്യങ്ങളുടെ ഒരു കേന്ദ്രമായും പ്രവർത്തിക്കും. സമീപ വർഷങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള റഷ്യയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ കരാർ. സൈനിക സഹായം, സാമ്പത്തിക പങ്കാളിത്തം, രാഷ്ട്രീയ പിന്തുണ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ റഷ്യ ശ്രമിച്ചു പോരുന്നു. ഈ കരാർ അമേരിക്കയിൽ നിന്നും ഉൾപ്പെടെ നിരവധി വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ആഫ്രിക്കയിലെ റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ച് അമേരിക്ക അതോടൊപ്പം ആശങ്കകളും പ്രകടിപ്പിച്ചു.
അതായത് ഈ കരാർ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയുണ്ടാക്കുമെന്നും സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കരാറിനെ കുറിച്ചൊരു പ്രസ്താവന തന്നെ ഇറക്കിയിരുന്നു. പ്രാദേശിക സ്ഥിരതയ്ക്ക് പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനും ഈ കരാറിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഈ കരാർ അനുസരിച്ച് തുറമുഖം വിജയകരമായി പൂർത്തിയാക്കിയാൽ റഷ്യയ്ക്ക് ചെങ്കടലിലേക്ക് നേരിട്ട് പ്രവേശനം നൽകും. പാശ്ചാത്യ ഉപരോധങ്ങളാൽ സമ്പദ് വ്യവസ്ഥ ഒറ്റപ്പെട്ട ഒരു രാജ്യത്തിന്റെ സൈനിക താവളം സൂയിസ് കനാലിന്റെ വളരെ അടുത്തായി ഉണ്ടാകുന്നത് അമേരിക്കയ്ക്കും മറ്റ് പാശ്ചാത്യ ബ്ലോക്ക് രാജ്യങ്ങളെയും വല്ലാതെ അസ്വസ്ഥരാക്കുന്നു. അതിനാൽ രാജ്യത്തിനുള്ളിൽ ഒരു കലാപം സൃഷ്ടിക്കുന്നത് തുറമുഖ നിർമ്മാണം നിർത്തലാക്കുന്നതിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ്. ഇപ്പോൾ നിലവിലുള്ള സംഘർഷം മനസ്സിലാക്കുന്നതിന് മുൻപ് എന്താണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അഥവാ RSF എന്നറിയേണ്ടതുണ്ട്. സുഡാനിലെ ഒരു അർദ്ധ സൈനിക വിഭാഗമാണ് റാപ്പിഡ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്നും അറിയപ്പെടുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. ഡാർഫറിലെ വിമത ഗ്രൂപ്പുകളെ ചെറുക്കുന്നതിനായി സുഡാനീസ് ഗവൺമെന്റ് 2013 റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന പേരിൽ ഈ സംഘം രൂപീകരിച്ചു. സുഡാനീസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തികളിൽ ഒരാളായി അറിയപ്പെടുന്ന ഹെമദി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹംദാൻ ദഗാലോയാണ് RSFനെ നയിക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ബലാത്സംഗം, ഡാർഫറിലെ സാധാരണക്കാരെ നിർബന്ധിതമായി കുടിയിറക്കൽ എന്നിവയുൾപ്പെടെ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് RSF ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അക്രമത്തിനും ക്രൂരതയ്ക്കും പേര് കേട്ടിട്ടും സമീപ വർഷങ്ങളിൽ സുഡാനീസ് രാഷ്ട്രീയത്തിൽ RSF ഒരു പ്രധാന പങ്ക് വഹിച്ചു പോരുന്നു. 2019 ദീർഘകാല സുഡാനീസ് ഏകാധിപതി ഒമർ അൽ ബഷീറിനെ പുറത്താക്കുന്നതിൽ ഗ്രൂപ്പ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. തുടർന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തതിനു ശേഷം സ്ഥാപിതമായ പരിവർത്തന സർക്കാരിലും RSF സഹകരിച്ചിരുന്നു. സുഡാനീസ് രാഷ്ട്രീയത്തിൽ RSFന്റെ പങ്ക് വിവാദപരമായി തന്നെ തുടരുന്നു. സംഘട്ടനവും അക്രമവും കൊണ്ട് വലയുന്ന ഒരു രാജ്യത്ത് സ്ഥിരതയ്ക്കാവശ്യമായ ശക്തിയായി ചിലർ ഈ ഗ്രൂപ്പിനെ വീക്ഷിക്കുന്നു. അതേസമയം മറ്റുള്ളവർ അതിനെ ജനാധിപത്യത്തിനും മനുഷ്യാവകാശത്തിനും ഭീഷണിയായി തന്നെ കാണുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മുഹമ്മദ് ഹംദാൻ ദഗാലോയുടെ കീഴിലുള്ള RSF സൈനികരും സുഡാനിലെ യഥാർത്ഥ ഭരണാധികാരി ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാന്റെ കീഴിലുള്ള സുഡാനീസ് മിലിറ്ററിയും തമ്മിൽ പരസ്പരം പോരടിക്കാൻ തുടങ്ങി. സുഡാനീസ് സൈന്യവുമായ ലയന പ്രക്രിയയിൽ RSFന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ശത്രുതയിലേക്ക് നയിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല 2023 തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. രണ്ടു പേർക്കും അധികാരം നഷ്ടപ്പെടുകയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നതിനാൽ മേൽപ്പറഞ്ഞ നേതാക്കളാരും തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറല്ല. ഈ സംഘർഷം ആന്തരികമായ ഒന്നായി തോന്നിയേക്കാമെങ്കിലും മുകളിൽ വിശദീകരിച്ചതുപോലെ വലിയ അന്താരാഷ്ട്ര കളിക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ സ്വന്തം താല്പര്യങ്ങൾ നോക്കുന്നതിനാൽ ഏത് രാജ്യങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ചെങ്കടലിന്റെ തീരത്തായുള്ള സുഡാന്റെ തന്ത്രപരമായ സ്ഥാനം സൂയിസ് കനാലിലൂടെ കടന്നുപോകുന്ന ചരക്കുകൾക്ക് മുകളിൽ നിരീക്ഷണം നടത്താൻ അതിനെ അനുവദിക്കുന്നു. ലോക വ്യാപാരത്തിന്റെ 1/3 സൂയിസ് കനാൽ വഴിയാണ് കടന്നുപോകുന്നത്. സുഡാനിലെ ശത്രുത ഇന്ത്യയെയും മുഴുവൻ ഇന്തോ പസഫിക് മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. കാരണം ഈ പ്രതിസന്ധികൾ വഴി വ്യാപാര വഴികൾ തടസ്സപ്പെട്ടേക്കാമെന്ന് കരുതപ്പെടുന്നു.